Hi friends, once again welcome back to Success Academy's YouTube channel. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ജനുവരി 12-ാം തീയതി നടന്ന GD എക്സാമിൻ്റെ ലാസ്റ്റ് ഷിഫ്റ്റിലെ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, without stoppage, a train travels a certain distance with an average speed of 75 km per hour and with stoppage it covers the same distance with an average speed of 65 km per hour. How many minutes per hour does the train stop? ഒരു ട്രെയിൻ എങ്ങും നിർത്താതെ പോവുകയാണെങ്കിൽ അതിന് 75 km/h സഞ്ചരിക്കുക. അതേപോലെ വിത്ത് സ്റ്റോപ്പേജ് ആണെങ്കിൽ എത്രയായിരിക്കും സ്പീഡ്? 65 km/h ആയിരിക്കും സ്പീഡ്. അങ്ങനെയാണെങ്കിൽ എത്ര നേരമാണ് ഈ ട്രെയിൻ സ്റ്റോപ്പ് ചെയ്യുക, എത്ര നേരമാണ് നിർത്തിയിടുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന സ്പീഡുകളുടെ ഡിഫറൻസ് ആദ്യം കാണുക. 75 മൈനസ് 65 ഡിവൈഡഡ് ബൈ കൂട്ടത്തിലെ ലാർജസ്റ്റ് വാല്യൂ ഏതാണ്? 75. ഇപ്പോൾ കിട്ടുന്ന സമയം നമുക്ക് അവറിലായിരിക്കും കിട്ടുന്നത്. നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താണ്? മിനിറ്റിൽ പറയാനാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഇൻറ്റു 60. എത്ര വരും? 10 ഡിവൈഡഡ് ബൈ 75 ഇൻറ്റു 60 ആണ്. 15 വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ 4, 5, ഇവിടെ 5 വെച്ച് കട്ട് ചെയ്തു. അപ്പോൾ ആൻസർ എത്ര വന്നു? 8 മിനിറ്റ്. ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ ബി ആണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ. അടുത്തത്, if A is to B is equal to 5 is to 8 and B is to C is equal to 4 is to 7, then find the value of A is to B is to C. ആദ്യം A, B, C എന്ന് എഴുതാം. എയുടെയും ബിയുടെയും ഏതാണ് റേഷ്യോ? 5 is to 8. അടുത്തത് ബിയും സിയും 4 is to 7 ആണ്. അത് അടുത്ത ലൈനിൽ എഴുതാം. 4 is to 7. ഇത് നോക്കിക്കേ, ബി ആദ്യത്തെ ലൈനിൽ 8 ആണ്, രണ്ടാമത്തെ കേസിൽ 4 ആണ്. ബിയുടെ വാല്യൂ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. നമ്മൾ എന്ത് ചെയ്യുക? ഈ 4നെ 2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് 8 ആയല്ലോ. അപ്പോൾ രണ്ട് സെയിം ആയില്ലേ? നമ്മൾ ഈ ഫുൾ സാധനത്തിന്, അതായത് ബി ഈസ് ടു സീനെ 2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 5 ഈസ് ടു 8. 4 ഇൻറ്റു 2 എന്ന് പറയുന്നത് 8 ആണ്. 7 ഇൻറ്റു 2 14. എന്താ കാണേണ്ടത്? എ ഈസ് ടു ബി ഈസ് ടു സി. 5 ഈസ് ടു 8 ഈസ് ടു 14. ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ എ ആണ് രണ്ടാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ. മനസ്സിലായല്ലോ? അടുത്തത്, എ ലോൺ ഓഫ് റുപ്പീസ് 1,50,000 is availed with compound interest rate of 10% per annum for 2 years compounded annually. It is to be paid in equal yearly installments and the installment is to be paid at the end of each year. The value of the equal yearly installment is. ഇൻസ്റ്റാൾമെൻറ്റിലെ ക്വസ്റ്റ്യൻ ആണ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് ചോദിച്ചേക്കുന്നത്. സിമിലർ കൺസെപ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ നമ്മൾ പ്രീവിയസ് ഷിഫ്റ്റിൽ ഏതിലോ ചെയ്തിട്ടുണ്ട്. ഇതിലെങ്ങനെയാണ്? 1.5 ലക്ഷം രൂപയാണ് ലോൺ. ഈ ലോൺ തിരിച്ചടയ്ക്കുന്നത് ഇൻസ്റ്റാൾമെൻറ്റ്സ് ആയിട്ടാണ്. 2 വർഷത്തെ ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് അടയ്ക്കുന്നത്. 10% പലിശ. അപ്പോൾ എങ്ങനെ എഴുതാം? നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പല രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. എന്താണ്? ട്രീ മെത്തേഡിൽ ചെയ്യാം, നെറ്റ് റേറ്റ് വെച്ചിട്ട് ചെയ്യാം, സക്സസീവ് ചേഞ്ച് മെത്തേഡിൽ ചെയ്യാം. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് സക്സസീവ് ചേഞ്ച് മെത്തേഡാണ്. അപ്പോൾ 10% എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? 1/10 എന്ന് എഴുതാം അല്ലേ? അപ്പോൾ ആദ്യത്തെ വർഷം എങ്ങനെയാണ്? പ്രിൻസിപ്പിൾ എമൗണ്ട് എന്ന് പറയുന്നത്. പ്രിൻസിപ്പിളിനെ നമ്മൾ ഇതിൻ്റെ ഡിനോമിനേറ്ററായിട്ട് എടുത്തു. അപ്പോൾ 10 ആണ് പ്രിൻസിപ്പിളെങ്കിൽ എമൗണ്ട് എത്രയാകും? 10 + 1 11 ആണ് ആദ്യത്തെ വർഷം പ്രിൻസിപ്പിളും എമൗണ്ടിൻ്റെ റേഷ്യോ വരുന്നത്. രണ്ടാമത്തെ വർഷം എങ്ങനെ തന്നെയാണ്? 10 എന്തായി? 11 ആയി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ആദ്യത്തെ വർഷത്തിൻ്റെ ഒന്നും ചെയ്യേണ്ട, 10:11 തന്നെ എഴുതുക. രണ്ടാമത്തെ വർഷമാകുമ്പോൾ നമ്മൾ സ്ക്വയർ എടുക്കണം. 10ൻ്റെ സ്ക്വയർ 11ൻ്റെ സ്ക്വയർ. മൂന്നാമത്തെ വർഷം ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യണം? ഒരു തവണയും കൂടി 10, 11 എഴുതുക, അതിൻ്റെ ക്യൂബ് എടുക്കാം. ഇത് എഴുതുമ്പോൾ എത്ര വരിക? 10, 11, 100, 120. നമ്മളോട് എന്താ പറഞ്ഞേക്കുന്നത്? ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആണ്. ഓരോ വർഷവും അടയ്ക്കുന്നത് ഒരേ സെയിം തുകയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ 121 ആണ്, മുകളിലും 121 ആക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യുക? 11 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എത്ര വരും? 110, 121, 100, 121. അപ്പോൾ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ തുക ഈക്വൽ ആയല്ലോ. അപ്പോൾ പ്രിൻസിപ്പിൾ എത്ര വരിക? 110 + 100 എന്ന് പറയുന്നത് 210. ഇവിടെ 242. ഓക്കെ അല്ലേ? ഇനി 210 പ്രിൻസിപ്പിൾ അല്ലേ? ആ പ്രിൻസിപ്പിൾ ഉള്ളത് തന്നേക്കുന്ന 1,50,000. അപ്പോൾ 210 എന്ന് പറയുന്നത് 1,50,000 ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു യൂണിറ്റ് എത്രയാണ്? 1,50,000 ഡിവൈഡഡ് ബൈ 210. നമുക്ക് കാണേണ്ടത് എന്താണ്? ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആണ്. അപ്പോൾ ഒരു വർഷത്തെ ഇൻസ്റ്റാൾമെൻറ്റ് എത്രയാണ്? 121 ആണ്. അപ്പോൾ 121 യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഇതേ ഇൻറ്റു 121. 0യും 0യും കട്ട് ചെയ്തു. 3 വെച്ചിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ
7, ഇവിടെ 5000 എന്ന് വരും. 5000 ഇൻറ്റു 121 ചെയ്യുമ്പോൾ 3 0 605/7 എന്നാണ് വരിക. ഇത് സോൾവ് ചെയ്യുമ്പോൾ 60-ൽ 7 എത്ര തവണയുള്ളത്? 8 തവണ. 8 ഇൻറ്റു 7 56. 86 വെച്ച് തുടങ്ങുന്ന ഒരു സംഖ്യയാണ് ആൻസർ വരിക. 86 വെച്ചിട്ട് ആകെ ഒരു ഓപ്ഷനല്ലേ ഉള്ളൂ, ബി ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇത്രയും ചെയ്താൽ മതി. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, എ ട്രേഡർ ഗെയിൻസ് 12% profit after allowing a discount of 20% on the marked price of an article. Find his profit percentage if the article is sold at marked price allowing no discount. ഒരാൾ 20% ഡിസ്കൗണ്ട് കൊടുത്തിട്ട് വിറ്റിട്ടും എത്ര ലാഭം കിട്ടി? 12% ലാഭം കിട്ടി. അങ്ങനെയാണെങ്കിൽ ഡിസ്കൗണ്ട് ഒന്നും കൊടുക്കാതെയാണ് ഈ കച്ചവടം നടത്തിയിരുന്നെങ്കിൽ എത്ര രൂപയായിരിക്കും, അല്ലെങ്കിൽ എത്ര പെർസെൻറ്റേജ് പ്രോഫിറ്റ് ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യാം? കോസ്റ്റ് പ്രൈസ്, സെല്ലിംഗ് പ്രൈസ്, മാർക്ക്ഡ് പ്രൈസ്. ആദ്യത്തെ കേസിൽ 12% ആണ്. 12% നമുക്ക് എങ്ങനെ ഫ്രാക്ഷനാക്കി എഴുതാൻ പറ്റുക? 12% ഈസ് ഈക്വൽ ടു 3/25 ആണ്. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് പ്രൈസ് എന്താക്കി എടുക്കും? കോസ്റ്റ് പ്രൈസ് ഡിനോമിനേറ്റർ ആയിട്ടുള്ള 25 എടുക്കും. ലാഭമാണല്ലോ, ലാഭം എന്ന് പറയുമ്പോൾ കോസ്റ്റ് പ്രൈസിനേക്കാളും കൂടുതലാണ് സെല്ലിംഗ് പ്രൈസ്. എത്ര കൂടുതൽ വരും? 3 കൂടുതൽ വരും. അപ്പോൾ 25 + 3 28 ആണ് എന്ത്? സെല്ലിംഗ് പ്രൈസ്. മാർക്ക്ഡ് പ്രൈസ് എന്താ പറഞ്ഞേക്കുന്നത്? ഡിസ്കൗണ്ട് 20% ആണ്. 20% നമുക്ക് 1/5 എന്ന് എഴുതാം. അപ്പോൾ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് മാർക്ക്ഡ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ് ഡിവൈഡഡ് ബൈ മാർക്ക്ഡ് പ്രൈസ് ആണ്. ഇതാണ് 1/5. അപ്പോൾ മാർക്ക്ഡ് പ്രൈസ് എന്താക്കി എടുക്കാം? 5 ആക്കി എടുക്കാം. മാർക്ക്ഡ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ് 1 ആണ്. മാർക്ക്ഡ് പ്രൈസ് 5 ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എത്ര വരും? 5 - 1 4. ഓക്കെ ആണല്ലോ. ഇനി എന്ത് ചെയ്യുക? ആദ്യത്തെ കേസിൽ സെല്ലിംഗ് പ്രൈസ് 28 ആണ്. രണ്ടാമത്തെ കേസിലാണെങ്കിൽ അത് 4 ആണ്. നമുക്ക് സെയിം ആക്കണം. എന്ത് ചെയ്താൽ മതി? 4നെ 7 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 28 ആകുമല്ലോ. അപ്പോൾ നമ്മളിവിടെ 7 വെച്ചിട്ട് മൾട്ടിപ്ലൈ ആണ്. 25, 28, 35. ഇനി പറഞ്ഞേക്കുന്നത് നമ്മൾ ഡിസ്കൗണ്ട് കൊടുത്തിട്ടില്ല. ഡിസ്കൗണ്ട് കൊടുത്തിട്ടില്ലെങ്കിൽ അപ്പോഴത്തെ സെല്ലിംഗ് പ്രൈസ് എന്തായിരിക്കും? ഈ മാർക്ക്ഡ് പ്രൈസ് ആയിരിക്കും ഡിസ്കൗണ്ട് ഇല്ലാത്ത സമയത്ത് അവിടുത്തെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 35 മൈനസ് 25 ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. എത്ര വരും? 10 ഡിവൈഡഡ് ബൈ 25 ഇൻറ്റു 100 ഈക്വൽ ടു 40% ആണ്. ഡിസ്കൗണ്ട് ഒന്നും കൊടുക്കാതെ ഈ ഒരു കച്ചവടം നടത്തിയിരുന്നെങ്കിൽ ഈ കച്ചവടക്കാരനുണ്ടാവുന്ന ലാഭം. ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ ബി. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാണ്. ലാറ deposited ₹8,000 in a bank which pays her compound interest at the rate of 10% per annum compounded half yearly. What is the amount she will receive after 8 months? ലാറ എന്ത് ചെയ്തു? 8,000 രൂപ ഒരു ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലാണ് അവർ പലിശ കണക്ക് കൂട്ടുന്നത്. 10% പലിശ. പക്ഷേ അത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ആനുവലി അല്ല, ഹാഫ് ഇയർലി ആണ് ചെയ്യുന്നത്. അതായത് 6 മാസം 6 മാസം 6 മാസം അങ്ങനെയാണ് നോക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 18 മാസത്തിന് ശേഷം കിട്ടുന്ന എമൗണ്ട് ആണ് വെച്ചേക്കുന്നത്. പലിശ മാത്രമല്ല, എമൗണ്ട് ആണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം? 10% എന്ന് പറയുന്നത് ഒരു വർഷത്തേക്കാണ്. അതായത് 12 മാസത്തേക്കാണ് 10% പലിശ. അപ്പോൾ 6 മാസത്തേക്ക് എത്ര വരും? 6 മാസം 12ൻ്റെ പകുതിയാണ് 6. അപ്പോൾ 10ൻ്റെ പകുതി 5% ആയിരിക്കും എന്ത് വരിക? 6 മാസത്തെ പലിശ വരിക. 18 മാസം എന്ന് പറയുമ്പോൾ എത്ര തവണയാണ് വരിക? ആദ്യത്തെ ഒരു 6, രണ്ടാമത്തെ 6. ഇപ്പോൾ എത്രയായി? 12 മാസമായി. ഒരു 6 കൂടി ആയപ്പോൾ 18 ആയല്ലോ. അപ്പോൾ 3 തവണയാണ് നമുക്ക് ഈ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിത് ഏത് മെത്തേഡിൽ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുക? സക്സസീവ് ചേഞ്ചിൽ ചെയ്ത് നോക്കാം. അപ്പോൾ 5% ആണ് റേറ്റ് എങ്കിൽ അത് നമുക്ക് എങ്ങനെ ഫ്രാക്ഷനാക്കി എഴുതാൻ പറ്റുക? 1/20 എന്ന് എഴുതും. 1/20 എന്ന് എഴുതി കഴിഞ്ഞാൽ പ്രിൻസിപ്പിൾ നമ്മൾ ഈ ഡിനോമിനേറ്ററിലെ 20 ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. എമൗണ്ട് എന്ന് പറയുന്നത് 20 + 1 21. നമ്മൾ തൊട്ട് മുന്നത്തെ കേസിൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞതാണ്. അപ്പോൾ ആദ്യത്തെ വർഷം 20 21 ആയി. രണ്ടാമത്തെ കേസിലും 20 21. മൂന്നാമത്തെ തവണയും 20 21 ആയി. അപ്പോൾ എത്രയായി ടോട്ടൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്? 8000. ഇവിടെ 21ൻ്റെ ക്യൂബ് എന്ന് പറയുന്നത് എത്രയാണ്? 9 to
61 ആണ്. 21 ക്യൂബ്. നമുക്ക് തന്നേക്കുന്ന പ്രിൻസിപ്പിൾ 8000 ആണ്. ഇവിടെ നമുക്ക് 8000 കിട്ടേക്കുന്നത്. അപ്പോൾ എമൗണ്ടിൻ്റെ വാല്യൂ എത്ര തന്നെയാണ്? 9261. ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ എ ആണ് ക്വസ്റ്റിൻ്റെ ആൻസർ. മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. In an election between two candidates, one candidate got 48% of the total valid vote, 18% of the votes were invalid. If the total number of votes was 17,500, then what was the number of valid vote the other candidate got? രണ്ടുപേരും നമ്മുടെ ഇലക്ഷനാണ്. അതിൽ എ കാൻഡിഡേറ്റിലേക്ക് ഒരാൾക്ക് എത്ര കിട്ടി? 48% വോട്ട് കിട്ടി. ടോട്ടൽ വോട്ട് എത്രയാണ്? 17,500 ആണ്. ഈ എക്ക് കിട്ടിയേക്കുന്നത് അല്ലെങ്കിൽ ആദ്യത്തെ ആൾക്ക് കിട്ടിയേക്കുന്നത് വാലിഡ് വോട്ടിൻ്റെ 48%. എത്രയാണ് വാലിഡ് വോട്ട് വരുന്നത്? 18% ഇൻവാലിഡ് ആണ്. അപ്പോൾ ടോട്ടൽ നമ്മൾ 100%ആണ് പറയുന്നത്. 100%ത്തിൽ നിന്ന് 18% പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര വരും? 82%. അപ്പോൾ 82% വാലിഡ് വോട്ട്. ടോട്ടൽ വോട്ട് വന്നിട്ടുണ്ട് 17,500. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ആൾക്ക് എത്രയാണ് വോട്ട് കിട്ടിയിട്ടുണ്ടാവുക? ഇതാണ് കാണേണ്ടത്. അപ്പോൾ എക്ക് അല്ലെങ്കിൽ ആദ്യത്തെ ആൾക്ക് 48 ആണെങ്കിൽ മറ്റേ ആൾക്ക് എത്ര കിട്ടുക? 100 മൈനസ് 48 ഈക്വൽ ടു 52% വോട്ടാണ് രണ്ടാമത്തെ ആൾക്ക് കിട്ടുക. എത്രേൻ്റെ 52%? ടോട്ടൽ 17,500 ആണ്. അതിൽ 18% ഇൻവാലിഡ് ആയിട്ട് പോയി. ബാക്കി എത്രയുണ്ട്? 82 ബൈ 100. ഇതാണ് വാലിഡ് വോട്ട്. വാലിഡ് വോട്ടിൻ്റെ 52% ആർക്ക് കിട്ടുന്നത്? മറ്റേ ആൾക്ക് കിട്ടുന്നത്. 52 ഡിവൈഡ് ബൈ 100. 0 ക്യാൻസൽ ചെയ്തു. 175നെ 100നെ 25 വെച്ചിട്ട് കട്ട് ചെയ്താൽ ഇവിടെ 7 വരും, ഇവിടെ 4 വരും. 4 × 13 ആണ് 52. അപ്പോൾ എത്ര വന്നു? 7 × 13 എന്ന് പറയുന്നത് 91 ആണ്. 91 × 82. 91 × 82നെ എങ്ങനെ പെട്ടെന്ന് ചെയ്യാം? 90 × 82 പ്ലസ് ഒരു 82 കൂടി വരും. 90 × 82 എത്ര വരിക? പ്ലസ് ഒരു 82 എന്ന് പറയുന്നത് 2. 7462. ഓപ്ഷൻ ഡി ആണ് രണ്ടാമത്തെ ആൾക്ക് കിട്ടുന്ന വോട്ടിൻ്റെ എണ്ണം. ഓക്കെ ആണല്ലോ? അടുത്തത്, എ ട്രെയിൻ റൺസ് അറ്റ് എ സ്പീഡ് ഓഫ് 90 km/h in the first 10 minutes and 6 km/h in next 25 minutes and 15 km/h in the last 4 minutes. What is the average speed of the train? ഒരു ട്രെയിനിൻ്റെ 3 സ്പീഡും അതിൻ്റെ ടൈമും തന്നിട്ടുണ്ട്. നമുക്ക് ആവറേജ് സ്പീഡാണ് കാണേണ്ടത്. ആവറേജ് സ്പീഡിൻ്റെ ഇക്വേഷൻ എന്താണ്? ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ഡിസ്റ്റൻസ് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ല, പക്ഷെ എന്തുണ്ട്? സ്പീഡും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൈമും ഉണ്ട്. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പീഡ് ഇൻറ്റു ടൈം. അപ്പോൾ ആദ്യത്തെ D1 എന്ത് വരും? സ്പീഡ് എത്രയാണ്? 90 km/h ആണ്. ടൈം മിനിറ്റ്സിലാണ് തന്നേക്കുന്നത്. നമുക്ക് പക്ഷേ ഓപ്ഷൻ എങ്ങനെയുള്ളത്? km/h. മിനിറ്റ്സിന് നമ്മൾ അവറിലേക്കൊക്കെ എന്ത് ചെയ്യണം? 60 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എത്ര ആൻസർ വരിക? ആദ്യത്തെ കേസിൽ 15 km ആണ് ദൂരം. രണ്ടാമത്തെ കേസിൽ എത്രയാണ് ഡിസ്റ്റൻസ്? രണ്ടാമത്തെ കേസിൽ സ്പീഡ് 60 km/h ആണ്. എത്ര മിനിറ്റും കൊണ്ട്? 25 മിനിറ്റും കൊണ്ട്. ഡിവൈഡഡ് ബൈ 60 ചെയ്യുമ്പോൾ എത്ര വന്നു? 25 km ആണ് D2. ഇനി D3 എത്ര വരിക? സ്പീഡ് എന്ന് പറയുന്നത് 15 km/h ആണ്. 4 മിനിറ്റ് കൊണ്ട് 15 × 4 ഡിവൈഡഡ് ബൈ 60. 15 × 4 എത്രയാണ്? 60 ആണ്. അപ്പോൾ 60/60 എന്ന് പറയുന്നത് 1. ടോട്ടൽ ഡിസ്റ്റൻസായി എത്ര വന്നു? 25, 35, 41 ആണ് ടോട്ടൽ ഡിസ്റ്റൻസ്. ഇനി ടൈം വേണമല്ലോ. ടൈം ടോട്ടൽ എത്ര വരിക? 10 minutes, 25 minutes, 4 minutes. എത്രയാണ്? 39 മിനിറ്റ് ആണ്. അപ്പോൾ ഇതിന് നമുക്ക് അവറിലേക്ക് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 39 ഡിവൈഡ് ബൈ 60. നമുക്ക് ടൈമുമായി ഡിസ്റ്റൻസുമായി. ഇനി സ്പീഡ് കാണാമല്ലോ. ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് ടോട്ടൽ ഡിസ്റ്റൻസ് 41 ഡിവൈഡ് ബൈ 39 ഡിവൈഡ് ബൈ 60 ആണ്. 60 മുകളിലേക്ക് പോകും. 3 വെച്ചിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 20, ഇവിടെ 13. അപ്പോൾ എത്ര വന്നു? 820/13. 820/13 ചെയ്യുമ്പോൾ എത്ര വരിക? 13ൽ 6 തവണ 78. ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 63/1/13. 63/1/13 എന്ന് പറയുമ്പോൾ ഓപ്ഷൻ സി. മനസ്സിലായല്ലോ? ആവറേജ് സ്പീഡിൻ്റെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അടുത്തത്, ദ വാല്യൂ ഓഫ് ദ ഫോളോയിങ് എക്സ്പ്രഷൻ. ഈ തന്നിരിക്കുന്ന എക്സ്പ്രഷൻ്റെ വാല്യൂ ആണ് കാണേണ്ടത്. എങ്ങനെ ചെയ്യാം? നമുക്കത് ഈ ബ്രാക്കറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. -8 + 9 എത്ര വരും? +1.
9 - 8 1 അപ്പോൾ 56 + 1 എന്ന് പറയുന്നത് 57 വന്നു. 57 + 42 എത്രയാണ്? 99 അപ്പോൾ 1/9 × 99 എത്ര വരിക? 11 വരിക. ഇനി പ്ലസ് 108 എത്ര വരും? 119. 197 - 119 എന്ന് പറയുമ്പോൾ എത്രയാണ്? 8. 78 ഫൈനൽ ആൻസർ വരിക. ആദ്യം നമ്മൾ ഈ ബ്രാക്കറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ 9 - 8 എന്ന് പറയുന്നത് 1 അപ്പോൾ 56 + 1 വരും 57. 57 + 42 എന്ന് പറയുന്നത് 99. അപ്പോൾ ഈ ഫുൾ ബ്രാക്കറ്റ് നമ്മൾ ആദ്യം ചെയ്ത് വെച്ചു. 99 എന്നാണ് ഇവിടെ വരിക. ഇനി നമ്മൾ ബോർഡ് മാസ് റൂൾ ഉണ്ടല്ലോ. ബോർഡ് മാസ് റൂൾ എങ്ങനെയാണ്? ബ്രാക്കറ്റ്, ഓഫ്, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്സ്ട്രാക്ഷൻ. അപ്പോൾ ആദ്യം ഏതാ വരിക? നമുക്കിവിടെ 1/9 × 99 + 108 എന്ന് വരിക. പ്ലസും മൾട്ടിപ്ലിക്കേഷനും വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഏതെടുക്കണം? മൾട്ടിപ്ലിക്കേഷനാണ് ആദ്യം എടുക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ ഇത് ആദ്യം ചെയ്തിട്ട് 11 എന്ന് കണ്ടുപിടിച്ചത്. ഇനി 11 + 108 എത്ര? 119. 197 - 119 കുറച്ച് കഴിഞ്ഞാൽ എത്ര ആൻസർ വരിക? 78. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഓക്കെ ആണല്ലോ. അടുത്തത്, in an election between 3 candidates A, B and C, 80% of the registered voters were voted and all the votes were valid. Candidates B got 50% less votes than A, and the difference between the number of votes secured by B and C was 10,000. If B got 10% more votes than C, then the number of voters registered on the voting list is. 3 പേര് തമ്മിലുള്ള ഇലക്ഷനാണ്. അതിൽ ബിക്ക് എക്ക് കിട്ടിയ വോട്ടിൻ്റെ 50% കുറവാണ് കിട്ടിയത്. സിയും ബിയും തമ്മിൽ നോക്കുകയാണെങ്കിൽ സിക്ക് കിട്ടിയതിനേക്കാളും 10% കൂടുതലാണ് ആർക്ക് കിട്ടിയേക്കുന്നത്? ബി കിട്ടിയേക്കുന്നത്. ബിയും സിയും തമ്മിലുള്ള വോട്ടിൻ്റെ ഡിഫറൻസ് വന്നിട്ടുണ്ട് 10,000. ടോട്ടൽ വോട്ടേഴ്സ്, അതായത് ലിസ്റ്റിൽ 100% ആൾക്കാരുണ്ടെങ്കിൽ അതിൽ 80% ആൾക്കാരാണ് വോട്ട് ചെയ്തിട്ടുള്ളൂ. ആ വോട്ട് ചെയ്തതെല്ലാം എന്താണ്? വാലിഡ് വോട്ടാണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ആൾക്കാരുടെ എണ്ണം, ആ വോട്ടേഴ്സ് ലിസ്റ്റിലുള്ള 100% ആൾക്കാരുടെ എണ്ണമാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഇതാദ്യം എന്ത് ചെയ്യാം? നമുക്ക് എയുടെയും ബിയുടെയും സിയുടെയും കിട്ടിയേക്കുന്ന വോട്ടിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കാം. അപ്പോൾ എ, ബി, സി. എക്ക് കിട്ടിയതിനേക്കാളും 50% കുറവാണ് ബിക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ 50% എന്ന് പറയുന്നത് എന്താണ്? 1/2 ആണ്. അപ്പോൾ എക്ക് 2 ആണ് കിട്ടിയതെങ്കിൽ, എക്ക് 2 ആണെങ്കിൽ ബിക്ക് എത്രയായിരിക്കും? 50% കുറവാണ്. അപ്പോൾ 2 - 1, ഡിനോമിനേറ്റർ മൈനസ് ന്യൂമറേറ്റർ 1 കിട്ടും. 1 യൂണിറ്റ് ആണ് ബി കിട്ടിയേക്കുന്നത്. ബിയും സിയും നോക്കുമ്പോൾ സിനേക്കാളും 10% കൂടുതലാണ് ബിക്ക്. അപ്പോൾ 10 എന്ന് പറയുന്നത് 1/10 ആണ്. സിക്ക് 10 ആണെങ്കിൽ അതിനേക്കാളും 10% കൂടുതൽ എന്ന് പറയുമ്പോൾ എത്ര വരിക? 10 + 1 11 ആണ് വരിക. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താണ് പഠിച്ചിട്ടുള്ളത്? വേക്കൻറ്റ് സ്പേസിലേക്ക് തൊട്ടടുത്തെടുക്കുന്ന വാല്യൂസ് ചെയ്ത് കൊടുക്കുക. 1, ഇവിടെ 11. അപ്പോൾ എത്ര വന്നു? 22, 11, 10. ഇനി ബിയും സിയും തമ്മിലുള്ള ഡിഫറൻസ് വന്നിട്ടുണ്ടല്ലോ, വോട്ടിന് ഡിഫറൻസ് 10,000 ആണ്. ഇവിടെ അത് എത്രയാണ്? 1 യൂണിറ്റ് ആണ്. അപ്പോൾ 1 യൂണിറ്റ് ആണ് എന്ത്? 10,000. ടോട്ടൽ വോട്ട് എത്രയാണ്? ടോട്ടൽ വോട്ട് എന്ന് പറയുന്നത് 22 + 11 + 10. എക്കും ബിക്കും സിക്കും കൂടി കിട്ടിയേക്കുന്നത് എത്രയാണ്? 43,000. അപ്പോൾ 1 യൂണിറ്റ് 10,000 ആണെങ്കിൽ 43 യൂണിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 43 യൂണിറ്റ് എന്ന് പറയുന്നത് 43,000,000. ഇതെന്തേ ആയിട്ടുള്ളൂ? 80% ആയിട്ടുള്ളൂ. കാരണം 80% ആൾക്കാരാണ് വോട്ട് ചെയ്തത്. നമുക്ക് കാണേണ്ടത് എന്താണ്? 100%ആണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യും? 80% 40. അപ്പോൾ 100% എന്ന് പറയുന്നത് എത്ര വരിക? ഡിവൈഡഡ് ബൈ 80 × 100. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് ഓപ്ഷൻ ഡി. ഇതാണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ. മനസ്സിലായല്ലോ? നമ്മൾ ആദ്യം എയുടെയും ബിയുടെയും സിയുടെയും വോട്ടിൻ്റെ കിട്ടിയേക്കുന്ന വോട്ടിൻ്റെ റേഷ്യോ കണ്ടു. അതിൽ നിന്ന് ബിയുടെയും സിയുടെയും ഡിഫറൻസ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു 10,000. റേഷ്യോ മെത്തേഡ്, റേഷ്യോ വെച്ച് കിട്ടിയേക്കുന്നതിൽ 1 യൂണിറ്റാണ് 10,000. അപ്പോൾ നമ്മൾ ടോട്ടൽ വോട്ട്, അതായത് 80% വോട്ട് എന്ന് പറയുന്നത് എത്രയാണെന്ന് കണ്ടുപിടിച്ചു? 43 × 10,000. അങ്ങനെയെങ്കിൽ അതിൽ നിന്ന് 100% കണ്ടുപിടിക്കുക. അതാണ് നമുക്ക് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. ഓക്കെ ആണല്ലോ. അടുത്തത്, എ സെയിൽസ്മാൻ ബൈസ് 15 articles for 10 rupees and sells 10 articles for 15 rupees. Determine the percentage profit earned by the salesman. ഒരാൾ
10 രൂപയ്ക്ക് 15 ആർട്ടിക്കിൾ വാങ്ങിച്ചു. എന്നിട്ട് വിറ്റ സമയത്ത് എന്ത് ചെയ്തത്? 15 രൂപയ്ക്ക് 10 ആർട്ടിക്കിൾ വിറ്റു. അങ്ങനെയാണെങ്കിൽ ഇതിലുണ്ടായേക്കുന്ന ലാഭം ആണ് ചോദിച്ചേക്കുന്നത്. ഇങ്ങനത്തെ കേസിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ നമ്പർ ഓഫ് ആർട്ടിക്കിൾസ് ഉണ്ടല്ലോ അത് കോൺസ്റ്റൻ്റ് ആക്കുക. ആദ്യത്തെ കേസിൽ 15 എണ്ണം 10 രൂപയ്ക്ക്, രണ്ടാമത്തെ കേസിൽ 10 എണ്ണം 15 രൂപയ്ക്ക്. 15ഉം 10ഉം സെയിം ആക്കാം. എത്രയാക്കാം? 30 ആക്കാം. അപ്പോൾ 15 × 2 ആണ് 30, 10 × 3 ആണ് 30. അപ്പോൾ നമ്മൾ ത്രൂ ഔട്ട് 2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 30 10 × 2 എന്ന് പറയുന്നത് 20. ഇവിടെ 30 15 × 3 എന്ന് പറയുന്നത് 45. അപ്പോൾ 20 ഇയാളുടെ കോസ്റ്റ് പ്രൈസ് ആണ്, 45 എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസ് ആണ്. ഇനി പ്രോഫിറ്റ് കാണാമല്ലോ. പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 ആണ്. അപ്പോൾ എത്ര വരും? 25 ഡിവൈഡഡ് ബൈ 20 ഇൻറ്റു 100. 20 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 5 വന്നു. 25 ഇൻറ്റു 5 എന്ന് പറയുന്നത് 125% ആണ് ഈ ഒരു കച്ചവടത്തിൽ ഇദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്ന ലാഭം. എന്താണ് ഓപ്ഷൻ? ഓപ്ഷൻ ഡി. ഓക്കെ അല്ലേ? അടുത്തത്, when the same number is subtracted from each of 7, 9, 11 and 15, the resulting numbers are in proportion. The number subtracted is, നമ്മൾ ഏതോ ഒരു നമ്പർ ഈ 4 എണ്ണത്തിൽ നിന്നും മൈനസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയേക്കുന്ന വാല്യൂസ് എന്താണ്? ഒരു പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ എ ബി സി ഡി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ എങ്ങനെയാണ് വരുന്നത് എന്ന് പറഞ്ഞിട്ടുള്ളത്? എ ബൈ ബി ഈസ് ഈക്വൽ ടു സി ബൈ ഡി ആണ് അല്ലേ? അപ്പോൾ നമുക്കിത് എങ്ങനെ എഴുതാം? 7 നിന്ന് ഏതോ വാല്യൂ കുറച്ചു ഡിവൈഡ് ബൈ 9 നിന്നും അതേ വാല്യൂ തന്നെ കുറച്ചു. 7 മൈനസ് എക്സ് ഡിവൈഡ് ബൈ 9 മൈനസ് എക്സ് ഈക്വൽ ടു 11 മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ 15 മൈനസ് എക്സ്. ഇനി എന്താ ചെയ്യേണ്ടത്? കമ്പോണൻറ്റോ ഡിവിഡൻറ്റോ റൂൾ. അതായത് എ ബൈ ബി ഈക്വൽ ടു സി ബൈ ഡി ആണെങ്കിൽ എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ എ മൈനസ് ബി ഈക്വൽ ടു സി പ്ലസ് ഡി ഡിവൈഡഡ് ബൈ സി മൈനസ് ഡി. സെയിം ഫോർമുല നമ്മളിവിടെ അപ്ലൈ ചെയ്യുമ്പോൾ എത്ര വരിക? 16 മൈനസ് 2x ഡിവൈഡഡ് ബൈ -2 ഈക്വൽ ടു 26 മൈനസ് 2x ഡിവൈഡഡ് ബൈ -4. മൈനസും മൈനസും കട്ട് ചെയ്തു. 2 വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 2 വന്നു. 2നെ നമ്മൾ ഇപ്പുറത്തേക്ക് ഉണ്ടായെങ്കിൽ എത്ര വരും? 32 മൈനസ് 4x ഇസ് ഈക്വൽ ടു 26 മൈനസ് 2x ആണ്. 4xന് അപ്പുറത്തേക്ക് ഉണ്ടായി. അപ്പോൾ എത്രയാണ് വന്നത്? 2x ഇസ് ഈക്വൽ ടു 6, x ഇസ് ഈക്വൽ ടു 3. 3 ആഡ് ചെയ്യും, 3 സബ്സ്ട്രാക്ട് ചെയ്യുമ്പോഴാണ് ഈ പറഞ്ഞ വാല്യൂസ് എന്താവുന്നത്? പ്രൊപ്പോർഷണൽ ആവുന്നത്. അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി 3 ആണ് ആൻസർ. അടുത്തത്, എ ബി ആൻഡ് സി ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 8, 4 and 16 days respectively. How many days will A take to complete the entire work if A is assisted by B and C both on every second day? 3 പേര് എ ബി സി. അതിൽ എക്ക് 8 ദിവസം, ബിക്ക് 4 ദിവസം, സിക്ക് 16 ദിവസമാണ്. ഇവർ ഇൻഡിവിജ്വലി വർക്ക് ചെയ്യുകയാണെങ്കിൽ വേണ്ട സമയം. എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം എ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ, രണ്ടാമത്തെ ദിവസം എന് ബിയും സിയും അസിസ്റ്റ് ചെയ്യും. അങ്ങനെയെങ്കിൽ എത്ര ദിവസമാണ് ടോട്ടൽ നമുക്ക് വേണ്ടി വരിക? ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? എ ബി സി ഇവരുടെ ഡേയ്സ് എഴുതുക. 8, 4, 16 ഇത് ഡേയ്സ് ആണ്. അപ്പോൾ നമ്മൾ ടോട്ടൽ വർക്ക് എടുക്കുന്നത് എന്താണ്? 8ൻ്റെയും 4ൻ്റെയും 16ൻ്റെയും LCM ആണ്. LCM എത്ര വരും? 16 വരും. ഇതാണ് ടോട്ടൽ വർക്ക്. അപ്പോൾ എഫിഷ്യൻസി എന്ന് പറയുന്നത് ടോട്ടൽ വർക്ക് ഡിവൈഡ് ബൈ ഡേയ്സ് ആണ്. അപ്പോൾ 2, 4, 1 ഇതാണ് ഇവരുടെ എഫിഷ്യൻസിയുടെ റേഷ്യോ. 2:4:1. ആദ്യത്തെ ദിവസം ആര് മാത്രമേ പണിയെടുക്കുന്നുള്ളൂ? എ മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ എത്ര യൂണിറ്റ് പണിതു? 2. ഇനി സെക്കൻഡ് ഡേ എന്താ പറഞ്ഞേക്കുന്നത്? എന് ബിയും സിയും അസിസ്റ്റ് ചെയ്യും. അപ്പോൾ ഇവർ 3 പേരും സെക്കൻഡ് ഡേയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്രയായി യൂണിറ്റ്? എത്ര യൂണിറ്റ് വർക്ക് ചെയ്യും? 4 + 2 6 + 1 7. അപ്പോൾ 7 യൂണിറ്റ് വർക്കായി. ഇനി മൂന്നാമത്തെ ദിവസം വീണ്ടും ആര് മാത്രമേ ഉള്ളൂ? എ മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ എത്രയായി? 11 യൂണിറ്റ് വർക്ക് കംപ്ലീറ്റ് ആക്കി. ഇനി എത്ര യൂണിറ്റ് വർക്ക് ഉണ്ട്? ടോട്ടൽ 16 ആണ്. 11 കഴിഞ്ഞു. റിമൈനിങ് എന്ന് പറയുന്നത് 5 ആണ്. ഇനി 4th ഡേ ആരാ എങ്ങനെയാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്? ഇവർ 3 പേരും കൂടി വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവരുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 7 ആണ്. എഫിഷ്യൻസി 7. റിമൈനിങ് വർക്ക് എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ നമ്പർ ഓഫ് ഡേയ്സ് എങ്ങനെ വരും? വർക്ക് ഡിവൈഡ് ബൈ എഫിഷ്യൻസി. അപ്പോൾ 5/7 ഡേയ്സും കൂടിയാണ് വേണ്ടത്. അപ്പോൾ ടോട്ടൽ എത്ര വന്നു? ആദ്യം ഇവിടെ ഒരു 3 ദിവസം വന്നില്ലേ? 3 പിന്നെ ഒരു 5/7. നമ്മൾ ഫ്രാക്ഷനാക്കി എഴുതുമ്പോൾ എത്ര വരും? 3 × 7 21, 21 + 5 26.
26 ഡിവൈഡഡ് ബൈ 7 ഡേയ്സ്. ഏതാണ് ഓപ്ഷൻ വരിക? ഓപ്ഷൻ സി ആണ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇതേപോലത്തെ സിമിലർ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഷിഫ്റ്റിൽ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ. A triangle has two equal sides and the third side is 1.5 times any of these sides. If the perimeter of the triangle is 14 units, then the area of the triangle is dash in square unit. എന്താണ്? ഒരു ട്രയാങ്കിൾ ഉണ്ട്, അതിൻ്റെ രണ്ട് സൈഡ് ഈക്വൽ ആണ്. അപ്പോൾ അതെന്തായി? ഐസോസെലസ് ട്രയാങ്കിൾ ആയി. മൂന്നാമത്തെ സൈഡ് എന്ന് പറയുന്നത് ഈ ഈക്വൽ സൈഡിനേക്കാൾ 1.5 ടൈംസ്, ഈക്വൽ സൈഡിൻ്റെ 1.5 ടൈംസ് ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് കാണേണ്ടത് എന്താണ്? ഈ പറയുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയയാണ് കാണേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യാം? ഈക്വൽ സൈഡ് 1 യൂണിറ്റ് ആണെങ്കിൽ മറ്റേ അൺഈക്വൽ ആയിട്ട് വരുന്ന സൈഡ് എത്ര വരിക? 1.5 ടൈംസ് എന്ന് പറഞ്ഞിട്ട് 1.5 ആണ്. അപ്പോൾ നമുക്ക് ഈ പോയിൻ്റ് ഡെസിമൽ മാറ്റാൻ വേണ്ടിയിട്ട് 2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എത്ര വരും? ഇത് 2 ആണെങ്കിൽ ഇത് 3. അപ്പോൾ 2x-ഉം 3x-ഉം ആണ് സൈഡ്സ്. 3 സൈഡ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ രണ്ടെണ്ണം ഈക്വൽ ആണ്. അപ്പോൾ 2x പ്ലസ് 3x. ഇതിൻ്റെ പെരിമീറ്റർ 14 യൂണിറ്റ്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ പെരിമീറ്റർ എത്രയാണ്? 4 + 3 7x. 7x ആണ് പെരിമീറ്റർ. ഇതാണ് 14. അപ്പോൾ എക്സ് എത്രയായി? എക്സ് എന്ന് പറയുന്നത് 2 യൂണിറ്റ്. അപ്പോൾ സൈഡ്സ് ഏതൊക്കെ വന്നു? 4 4 6. ഇതാണ് ട്രയാങ്കിൾസിൻ്റെ സൈഡ്സ്. 3 സൈഡ് അറിയാമെങ്കിൽ നമ്മൾ ഏത് ഇക്വേഷൻ വെച്ചിട്ട് ഏരിയ ആണ്? A is equal to root of s into s minus a into s minus b into s minus c ആണ്. എസ് എന്ന് പറയുന്നത് സെമി പെരിമീറ്റർ ആണ്. അതായത് സെമി പെരിമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെരിമീറ്ററിൻ്റെ പകുതി. പെരിമീറ്റർ എത്രയാണ്? 14 ആണ്. അപ്പോൾ അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 7 ഇൻറ്റു ആദ്യത്തെ സൈഡ് 7 സെമി പെരിമീറ്റർ മൈനസ് ആദ്യത്തെ സൈഡ് എത്രയാണ്? 4 ആണ്. അപ്പോൾ 7 മൈനസ് 4 എന്ന് പറയുന്നത് 3. എഗെയിൻ 7 മൈനസ് 4 3 വരും. പിന്നെ 7 മൈനസ് 6 എത്രയാണ്? 1. നമ്മൾ റൂട്ടിൻ്റെ പുറത്തേക്ക് എടുക്കുമ്പോൾ 3√7 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ നമ്പർ അല്ലെങ്കിൽ ഓപ്ഷൻ എ ആണ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ക്ലിയർ ആണല്ലോ? അടുത്തത്. X was offering 2 successive discounts of 12% and 8% on an item, while Y was offering flat 20% discount on the same item. What is the difference between the overall discount given by X and Y? X 2 ഡിസ്കൗണ്ട് ആയിട്ട് കൊടുക്കുകയാണ്. ഒന്ന് 12ഉം ഒന്ന് 8ഉം. Y ആണെങ്കിലോ ഒറ്റ ഡിസ്കൗണ്ട് 20%. അങ്ങനെയാണെങ്കിൽ ഡിസ്കൗണ്ട് തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ആദ്യത്തെ കേസിൽ എങ്ങനെയാണ് വരിക? 2 ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ നമ്മളെങ്ങനെ നെറ്റ് ഡിസ്കൗണ്ടിൻ്റെ പെർസെൻറ്റേജ് കാണുന്നത്? A + B - AB/100. ഇതാണ് നെറ്റ് ഡിസ്കൗണ്ടിൻ്റെ ഇക്വേഷൻ. ഇതിൽ എയും ബി എന്ന് പറയുന്നത് ഓരോ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ആണ്. അപ്പോൾ എത്ര വരിക? 12 + 8 - 12 × 8 ഡിവൈഡഡ് ബൈ 100 ഈക്വൽ ടു 20 - 12 × 8 എന്ന് പറയുന്നത് 96 ആണ്. ബൈ 100 ഉള്ളതുകൊണ്ട് 2 സ്ഥാനം മാറ്റി പോയിൻ്റ് ഇടുക. 20 - 96 ആണ് ആദ്യത്തെ കേസിൽ എന്ത് വരുന്നത്? ഡിസ്കൗണ്ട് വരുന്നത്. ഇത് എക്സിൻ്റെ. വൈൻ്റെ എന്താണെന്ന് പറഞ്ഞേക്കുന്നത്? ഫ്ലാറ്റ് 20%. ഇതിൻ്റെ ഡിഫറൻസ് ആണല്ലോ കാണേണ്ടത്. 20 - 20 - 0.96. അപ്പോൾ എത്ര വരിക? 20യും 20യും പോകും. മൈനസ് അപ്പുറത്തേക്ക് പോകുമ്പോൾ ഇത് പ്ലസ് ആയി. അതായത് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 0.96% ഡിഫറൻസ് ആണ്. ഓപ്ഷൻ എ ആണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ക്ലിയർ ആണല്ലോ? അടുത്തത്. 2 trains having lengths 550 meter and 650 meter are running parallel to each other in opposite direction at speeds of 68 km/h and 40 km/h respectively. In how much time in seconds they will cross each other? 2 ട്രെയിൻ ഉണ്ട്. അവരുടെ ലെങ്ത്ത് തന്നിട്ടുണ്ട്. എത്രയൊക്കെയാണ്? 550ഉം 650ഉം ആണ്. എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. വിത്ത് സ്പീഡ് ഓഫ് 68 കിലോമീറ്ററും 40 കിലോമീറ്ററും. അപ്പോൾ ഇവർ ക്രോസ് ചെയ്യാൻ എടുക്കുന്ന സമയമാണ് വെച്ചേക്കുന്നത്. എങ്ങനെയാണ് നമ്മൾ സമയം കാണാം? T = L1 + L2. അതായത് ട്രെയിനിൻ്റെ സ്പീഡ് ലെങ്ത്ത് ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ് ഡിറക്ഷനാണ്. ഓപ്പോസിറ്റ് ഡിറക്ഷൻ ആകുമ്പോൾ റിലേറ്റീവ് സ്പീഡ് എങ്ങനെയാണ് വരുന്നത്? സമ്മാണ് വരുന്നത്. S1 + S2 എത്ര വരും? 550 + 650 എന്ന് പറയുന്നത് 1200 ഡിവൈഡഡ് ബൈ 68 + 40 എത്രയാണ്? 108 ആണ്. പക്ഷെ എന്താ? ലെങ്ത്ത് തന്നേക്കുന്നത് മീറ്ററിലാണ്. നമുക്ക് ടൈം കാണേണ്ടത് സെക്കൻഡ്സിലാണ്. സ്പീഡ് മാത്രം എന്തായിപ്പോയി? km/h. അപ്പോൾ km/h മീറ്റർ/സെക്കൻഡ് ആക്കാൻ എന്താ വേണ്ടത്? × 5/18. നേരെ തിരിച്ചാണെങ്കിൽ മീറ്റർ/സെക്കൻഡ് km/h ആണെങ്കിൽ × 18/5 ആണ് ചെയ്യേണ്ടത്.
ഇവിടെ നമുക്ക് എന്ത് ചെയ്യേണ്ടത് കിലോമീറ്റർ പെർ അവറിന് മീറ്റർ പെർ സെക്കൻഡിലേക്കാണ് ആക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുക, ഇൻറ്റു 5/18 ആണ്. 18 മുകളിലേക്ക് പോകും. അപ്പോൾ 18 വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ 18 × 6 ആണ് 108. 1200/6 എന്ന് പറയുന്നത് 200 ആണ്. അപ്പോൾ 200/5 എത്ര വരും? 40 സെക്കൻഡ്സ്. ഓപ്ഷൻ ഡി ആണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ. അടുത്തത്, വാട്ട് ഈസ് ദ ആവറേജ് ഓഫ് ഫസ്റ്റ് 4 പ്രൈം നമ്പേഴ്സ് ദാറ്റ് ആർ ഓഡ്? ആദ്യത്തെ ഓഡ് പ്രൈം നമ്പേഴ്സിൻ്റെ 4 ഓഡ് പ്രൈം നമ്പേഴ്സിൻ്റെ ആവറേജ് ആണ് വെച്ചേക്കുന്നത്. ഫസ്റ്റത്തെ പ്രൈം നമ്പർ ഏതാണ്? 2 ആണ്. പക്ഷെ അത് എടുക്കാൻ പറ്റില്ല, കാരണം അതാണ് ഓഡാണെന്ന് അവർ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തത് 3. പിന്നെ ഏതാണ് പ്രൈം നമ്പർ എന്ന് പറയുന്നത്? പ്രൈം നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സംഖ്യകൾക്ക് 1ഉം ആ സംഖ്യ അല്ലാതെ വേറെ ഫാക്ടേഴ്സ് ഒന്നും വരില്ല. അതിനെയാണ് നമ്മൾ പ്രൈം നമ്പർ എന്ന് പറയുക. അപ്പോൾ ആദ്യത്തത് 3 ആണ്. പിന്നെ 5 വരും, 7 വരും, 9 വരില്ല, കാരണം 3 × 3 9 ആണ്. പിന്നെ വരുന്നത് 11. അപ്പോൾ ഇതിൻ്റെ സം എത്ര വരിക? 26 ആണ് സം വരിക. ആവറേജ് എന്ന് പറയുന്നത് സം ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. ഇവിടെ എത്രയാണ്? 4. എത്ര വരും? 6.5. ഓപ്ഷൻ ബി ആണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ. അടുത്തത്, a man purchased 2 items at the same price and sold one at a profit of 10% and other at a loss of 5%. If the difference between the two selling price is rupees 60, then what is the sum of the cost price of the 2 items? ഒരാൾ 2 സാധനങ്ങൾ ഒരേ പൈസയ്ക്ക് വാങ്ങിച്ചു. അതായത് എന്താ മീനിങ്? അദ്ദേഹത്തിന് ഉണ്ടാക്കുന്ന കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് സെയിം ആണ്. എന്നിട്ട് എന്ത് ചെയ്തു? ആദ്യത്തെ സാധനം 10% പ്രോഫിറ്റിലാണ് വിൽക്കുന്നത്. രണ്ടാമത്തതോ 5% ലോസിലാണ് വിൽക്കുന്നത്. ഇവർ തമ്മിലുള്ള സെല്ലിംഗ് പ്രൈസിൻ്റെ ഡിഫറൻസ് വന്നിട്ടുണ്ട് 60. അങ്ങനെയാണെങ്കിൽ 2 ഐറ്റത്തിൻ്റെ കോസ്റ്റ് പ്രൈസിൻ്റെ സമ്മാണ് കാണേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുക? 10% പ്രോഫിറ്റ് ആണെങ്കിൽ 10% ഇസ് ഈക്വൽ ടു 1/10 ആണ്. പ്രോഫിറ്റ് എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ആണ്. അതാണ് 1/10. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എത്രയായി? സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 10 ആയി. പ്രോഫിറ്റ് ആയതുകൊണ്ട് സെല്ലിംഗ് പ്രൈസ് കോസ്റ്റ് പ്രൈസിനേക്കാളും കൂടുതലായിരിക്കും. അപ്പോൾ എത്ര വരും? 11 വരും. കോസ്റ്റ് പ്രൈസ് ഈസ് ടു സെല്ലിംഗ് പ്രൈസിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത്, കോസ്റ്റ് പ്രൈസ് നമ്മൾ ഫ്രാക്ഷനാക്കി എടുത്തിട്ടുള്ളതിൻ്റെ ഡിനോമിനേറ്റർ എടുത്തു 10. ലാഭമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 10 + 1 11 ആണ് സെല്ലിംഗ് പ്രൈസ്. രണ്ടാമത്തെ കേസിൽ 5%. 5%നെ 1/20 എന്നാണ് എഴുതുന്നത്. അപ്പോൾ 20 എന്ത് വരും? കോസ്റ്റ് പ്രൈസ് ആണ് 20. 5% എന്ന് പറയുന്നത് 1/20 ആണ്. അപ്പോൾ 20 നമ്മൾ കോസ്റ്റ് പ്രൈസ് ആയിട്ട് എടുത്തു. 5% നഷ്ടമാണ്. അപ്പോൾ എത്ര സെല്ലിംഗ് പ്രൈസ് വരിക? സെല്ലിംഗ് പ്രൈസ് നഷ്ടത്തിൻ്റെ കേസിൽ കോസ്റ്റ് പ്രൈസിനേക്കാളും കുറവായിരിക്കും സെല്ലിംഗ് പ്രൈസ്. എത്രയായിരിക്കും? 19. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ഒരേ പൈസയ്ക്കാണ് വാങ്ങിച്ചേക്കുന്നത്, അതായത് കോസ്റ്റ് പ്രൈസ് സെയിം ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ കോസ്റ്റ് പ്രൈസ് സെയിം ആക്കണ്ടേ? ഇവിടെ 20 ആണ്, ഇവിടെ 10 ആണ്. അപ്പോൾ നമുക്ക് 10ന് എന്ത് ചെയ്യാം? 2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 20, 22, 20, 19. ഇപ്പോൾ എന്തൊന്നു? കോസ്റ്റ് പ്രൈസ് സെയിം ആയി. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എത്രയൊക്കെയാണ്? 22, 19 ആണ്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 3 യൂണിറ്റ് ആണ്. ഇത് എത്രയെന്നാണ് പറഞ്ഞേക്കുന്നത്? 60 രൂപ. ഈ സെല്ലിംഗ് പ്രൈസിൻ്റെ ഡിഫറൻസ് 60 ആണ്. അപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്നത് 3 യൂണിറ്റ് വ്യത്യാസം എന്നാണ്. അപ്പോൾ 3 യൂണിറ്റ് ആണ് 60. 1 യൂണിറ്റ് ഈസ് ഈക്വൽ ടു 20 എന്ന് കിട്ടി. കോസ്റ്റ് പ്രൈസ് ആണല്ലോ കാണേണ്ടത്. കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 20 + 20 40 ആണ്. 40 യൂണിറ്റ് എന്ന് പറയുന്നത് 40 × 20 = 800 റുപ്പീസ് ആണ് ടോട്ടൽ കോസ്റ്റ് പ്രൈസ് വരിക. ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ? നമ്മൾ ആദ്യം തന്നെ പ്രോഫിറ്റിൻ്റെയും ലോസിൻ്റെയും പെർസെൻറ്റേജിനെ ഫ്രാക്ഷനാക്കി എഴുതി. അതിനുശേഷം എന്ത് ചെയ്തു? അവർ പറഞ്ഞേക്കുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലേക്കാക്കി. കോസ്റ്റ് പ്രൈസ് സെയിം ആണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇവിടെ 10 ആയിരുന്നു, 20 ആയിരുന്നു. 10നെ 2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 20, 22, 20, 19. ഇനി സെല്ലിംഗ് പ്രൈസിൻ്റെ ഡിഫറൻസ് 60 എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ റേഷ്യോ ചെയ്തേക്കുന്നതിന് ഡിഫറൻസ് എടുത്തു. അപ്പോൾ ഡിഫറൻസ് 3 യൂണിറ്റ് ആണ്. 3 യൂണിറ്റ് ആണ് എന്ത്? 60. അപ്പോൾ നമുക്ക് 1 യൂണിറ്റ് കിട്ടി, 20 എന്ന് കിട്ടി. കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 20 + 20 40 ആണ്. അപ്പോൾ 40 യൂണിറ്റ് കണ്ടാൽ മതി. 40 × 20 ചെയ്യുമ്പോൾ നമുക്ക് 40 യൂണിറ്റ് കിട്ടി, 800. ഓക്കെ ആണല്ലോ? അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പർ ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 16? 16 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത സംഖ്യകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഏത് സംഖ്യയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. 60 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 × 8 ആണ്. അപ്പോൾ നമുക്ക് എന്ത് നോക്കിയാൽ മതി? 8 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയാൽ മതി. 8ൻ്റെ മൾട്ടിപ്പിൾ ആണെന്ന് എങ്ങനെ ചെക്ക് ചെയ്യുക? ലാസ്റ്റത്തെ 3 നമ്പേഴ്സ്, 3 ഡിജിറ്റ്സ് 8ൻ്റെ മൾട്ടിപ്പിൾ ആണെന്ന് നോക്കിയാൽ മതി. ഈ കേസിൽ നോക്കിക്കേ, ഇത് 8ൻ്റെ മൾട്ടിപ്പിൾ അല്ലേ? 776 നമ്മൾ 8 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ
72 56 97 എന്ന് വരും. 16 8ൻ്റെ മൾട്ടിപ്പിളാണ്. 016 എന്ന് പറയുന്നത് 8ൻ്റെ മൾട്ടിപ്പിളാണ്. ഇനി 168 8ൻ്റെ മൾട്ടിപ്പിൾ അല്ലേ? 8 × 21 168. ഫസ്റ്റത്തെ ഓപ്ഷൻ അങ്ങനെയാണോ? അല്ല. 826/8 ചെയ്യുമ്പോൾ നമുക്കിത് കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്ത് പോകൂല. അപ്പോൾ എന്താണ് ഓപ്ഷൻ എ ആണ് 16 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റാത്ത, ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത സംഖ്യ. അതാണ് നമ്മുടെ ഓപ്ഷൻ. അടുത്തത്, if 125 identical small spheres are made from a solid sphere of diameter 15 cm, then what is the surface area of each small sphere? ഒരു വലിയ സ്ഫിയർ 15 സെൻറ്റിമീറ്റർ ഡയമീറ്റർ വരുന്ന ഒരു വലിയ സ്ഫിയർ എന്താക്കി മാറ്റിയേക്കാണ്? 125 കുഞ്ഞി സ്ഫിയേഴ്സ് ആക്കിയിട്ട് മാറ്റിയേക്കാണ്. അങ്ങനെയാണെങ്കിൽ ചെറിയ സ്ഫിയേഴ്സിൻ്റെ സർഫസ് ഏരിയ കാണേണ്ടത്. അപ്പോൾ ഈ കേസിൽ എങ്ങനെയാണ് വരിക? രണ്ട് അതായത് വലിയ സ്ഫിയറിൻ്റെയും 125 കുഞ്ഞ് സ്ഫിയറിൻ്റെയും എന്ത് ഈക്വൽ ആയിരിക്കും? വോളിയം ഈക്വൽ ആയിരിക്കും. ഇപ്പോൾ സ്ഫിയറിൻ്റെ വോളിയത്തിൻ്റെ ഇക്വേഷൻ എന്താണ്? 4/3 πr³ ആണ്. 4/3 πr³ ആണ്. ഈ πr³ രണ്ട് സ്ഥലത്ത് ഇപ്പോൾ നമ്മൾ ഇക്വേറ്റ് ചെയ്ത് എഴുതുമ്പോൾ 4/3 πr³ 4/3 കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ അതെന്തായാലും ക്യാൻസൽ ആയി പോകും. അപ്പോൾ നമുക്കത് എഴുതേണ്ട ആവശ്യമില്ല. വലിയ സ്ഫിയറിൻ്റെ എത്രയാണ് റേഡിയസ്? ഡയമീറ്റർ 2 ആണ്. ഡയമീറ്റർ 15 ആണ്. അപ്പോൾ റേഡിയസ് എന്ന് പറയുന്നത് 15/2. 15/2 × 15/2 × 15/2. ആക്ച്വലി ഇവിടെ 4/3 πr³ ഉണ്ട്, 4/3 π ഉണ്ട്. ഇതാണ് വോളിയം. 4/3 πr³ ഇസ് ഈക്വൽ ടു, രണ്ടാമത്തെ കേസിൽ എത്രയാണ്? 4/3 πr³ നമുക്കറിയില്ല. നമ്മളെന്തിനാ ആറ് കണ്ടുപിടിക്കാൻ? നമുക്ക് സർഫസ് ഏരിയ ഓഫ് ദ സ്മോൾ സ്ഫിയറാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ സർഫസ് ഏരിയ കാണണമെങ്കിൽ സർഫസ് ഏരിയയുടെ ഇക്വേഷൻ 4πr² ആണ്. അപ്പോൾ നമുക്ക് 6 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇതേപോലത്തെ എത്ര ഉണ്ടെന്ന് പറഞ്ഞേക്കുന്നത്? 125. 4/3 πr³. 4/3 കട്ട് ചെയ്ത് പോയി. അപ്പോൾ 6ൻ്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടുക? 5 വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ 3 3 3. അപ്പോൾ r³ എന്ന് പറയുന്നത് 27/8 വന്നു. അപ്പോൾ 6 എന്ന് പറയുന്നത് എത്ര വരും? 3/2. ഇതാണ് റേഡിയസ് വാല്യൂ വരുന്നത്. ഇനി ഏരിയ എങ്ങനെ കാണും? ഏരിയ ഇസ് ഈക്വൽ ടു 4. ഓക്കെ, പൈ അങ്ങനെ തന്നെ ഇട്ടാൽ മതി. 4πr². 3 × 3 ഡിവൈഡ് ബൈ 2 × 2. 2 × 2 4 ആണ്. ഈ 4ഉം കട്ട് ചെയ്ത് പോയി. അപ്പോൾ എത്ര വന്നു? 9π. ഓപ്ഷൻ എ 9π cm² ആണ് ചെറിയ സ്ഫിയറിൻ്റെ ഏരിയ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. Sohan and Rohan together can do a piece of work in 18 days. If Sohan alone can do the same work in 27 days, then how many days Rohan alone takes to complete the same work? രോഹനും സോഹനും കൂടി ഒന്നിച്ച് വർക്ക് ചെയ്യുന്നതെങ്കിൽ 18 ദിവസം വേണം. അതേസമയം സോഹൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നതെങ്കിൽ 27 ദിവസം മതി. നമുക്ക് കാണേണ്ടത് രോഹൻ ഒറ്റയ്ക്ക് എത്ര ദിവസം കൊണ്ട് വർക്ക് തീർക്കും എന്നുള്ളതാണ്. ഈസി ക്വസ്റ്റ്യൻ ആണ്. സോഹനും രോഹനും കൂടിയിട്ട് 18 ദിവസം, സോഹൻ മാത്രം 27 ദിവസം. ഇതെന്തായി? ഡേയ്സ് ആണ്. ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ LCM ആണ്. എത്രയാണ്? 54. 18 × 3 ആണ് 54. 27 × 2 ആണ് 54. ഇതെന്ന് പറയുന്നത് എന്തായി? എഫിഷ്യൻസിയുടെ റേഷ്യോയായി. S+R ആണ് എന്ത്? 3. അതായത് രണ്ടുപേരുടെ എഫിഷ്യൻസിയാണ് 3. സോഹൻ്റെ മാത്രം 2 ആണ്. അങ്ങനെയെങ്കിൽ രോഹൻ്റെ മാത്രം എത്രയാണ്? 1. 3 - 2 1 ആണ് രോഹൻ്റെ എഫിഷ്യൻസി. അപ്പോൾ നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറയുന്നത് എത്രയാണ്? ഡേയ്സ് ഇസ് ഈക്വൽ ടു ടോട്ടൽ വർക്ക് ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി. ടോട്ടൽ വർക്ക് 54 ആണ്. രോഹൻ്റെ എഫിഷ്യൻസി 1 ആയതുകൊണ്ട് എന്ത് വരും? 54/1 എന്ന് പറയുന്നത് 54 തന്നെയാണ്. അപ്പോൾ ഏതാണ് ഓപ്ഷൻ വരിക? ഓപ്ഷൻ ബി ആണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മൾ 12-ാം തീയതിയിൽ 4 ഷിഫ്റ്റും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ അടുത്ത ക്ലാസ്സിൽ 13-ാം തീയതിയിൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. താങ്ക് യു.